സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ നമ്മുടെ കർണാടക ട്രിപ്പില് ശ്രാവണ ബെലഗോള ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. കുന്നിൻ മുകളിൽ ഒരു വലിയ ജൈന ക്ഷേത്രം. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വലിയ ഘോഷയാത്ര നടക്കുന്നുണ്ടായിരുന്നു, നല്ല ബാൻഡും കൊട്ടും ഒക്കെ ആയിട്ട്. പോകേണ്ട വഴി ഇതാണ്. ഈ കല്ല് കൊത്തിയ സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ എത്തുന്നത്. ഈ പാറക്കെട്ടുകളിലെ കൂടത്തിലെ ഈ സ്റ്റെപ്പ് പാറകൾ ഉണ്ടാക്കിയ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ പോകുന്നത് മുകളിലേക്ക്. മുകളിൽ വരെ സ്റ്റെപ്പുകളാണ്, മൊത്തം സ്റ്റെപ്പുകളൊക്കെ. അതും വെയിലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചൂട്, പെരുംചൂട് വരുന്ന സ്റ്റെപ്പ്. എല്ലാരും കുറേശ്ശെ സ്റ്റെപ്പുകൾ കയറുന്നുണ്ട്. ഇല്ല, കുറച്ചുള്ളൂ, അധികമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. 1 കിലോമീറ്ററിനടുത്ത്. ശ്രാവണ ബെലഗോള കർണാടകയിലെ ഹസൻ ജില്ലയിൽ മൈസൂരിൽ നിന്നും 155 കിലോമീറ്റർ അകലെയാണ് ഈ ശ്രാവണ ബെലഗോള സ്ഥിതി ചെയ്യുന്നത്. നഗരമധ്യത്തിലുള്ള ഒരു ധവള നിറമുള്ള തടാകം ഉള്ളതിനാലാണത്രേ ഈ പ്രദേശത്തിന് ശ്രാവണ ബെലഗോള എന്ന പേര് വന്നത്. തടാകത്തെ ചുറ്റി ഒരു നഗരം, അതാണ് ശ്രാവണ ബെലഗോള. ഈ തടാകത്തിന് ചുറ്റും താമസിക്കുന്നവരെല്ലാം ജൈനമത വിശ്വാസികളാണ്. ഈ ഒരു വിന്ധ്യഗിരിയുടെ മുകളിലാണ് ഗോമതേശ്വര പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. കരിങ്കല്ലിൽ കൊത്തിയ 700-ൽ അധികം പടവുകൾ ചവിട്ടി വേണം മുകളിലെ ഗോമതേശ്വര പ്രതിമയുടെ അടുത്തെത്താൻ. കാണുമ്പോൾ വളരെ എളുപ്പം തോന്നിയേക്കാമെങ്കിലും എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ പടവുകളാണിത്. സുഖായിരുന്നോ? നല്ല ചൂടത്ത്, നല്ല വെയിലത്ത്, ഇത്രയും സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതാണ് സിറ്റി മൊത്തം ഇവിടുന്ന് കാണാൻ പറ്റുന്നത് വെറുതെ അല്ലേ? അടിപൊളി. ഇപ്പൊ ഇതേപോലെ സ്റ്റെപ്പ് ഇറങ്ങണ്ടേ? എങ്ങനെ ഇറങ്ങും? എന്നാലും ഇറങ്ങും അല്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇറങ്ങൂല്ലേ? ഇനിയും കിച്ചു പോകുന്ന പോലെയാ? ഒക്കെ ക്ഷീണിച്ചിരിക്കാ? കിച്ചു ക്ഷീണിച്ചോ? എവിടെ ഒരു ക്ഷീണമില്ല. കയറി വന്നിട്ട് എന്ത് തോന്നുന്നേ? ക്ഷീണല്ലോ? ഉണ്ണിമായ ക്ഷീണിച്ചു തോന്നുന്നല്ലേ? പിന്നെ ഈ കരിങ്കല്ലിൽ കുത്തിയ പടവുകൾക്ക് തോന്നിയ മറ്റൊരു പ്രത്യേകത, ഒട്ടും ചൂട് നമുക്ക് ഫീൽ ആവുന്നില്ലായിരുന്നു. കാരണം സാധാരണ നമ്മൾ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പാറയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കാല് പൊള്ളുന്ന രീതിയിലുള്ള ചൂടായിരിക്കും അനുഭവപ്പെടുക. ഇവിടെ ഒരു ശാന്തമായിട്ടുള്ള അത്ര ഒരു ചൂട് ഒട്ടും എഫക്ട് ചെയ്യുന്നില്ലായിരുന്നു. റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഒന്ന് കയറിയിരിക്കാൻ വേണ്ടി നല്ല തണുപ്പുള്ള സ്ഥലങ്ങൾ, പാറേണ്ട ഒരു ചൂടില്ലാത്ത സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ. ഏകദേശം 700-ൽ പരം സ്റ്റെപ്പുകളാണ് താഴെ മുതൽ മുകളിൽ വരെ ഉള്ളത്. ഇപ്പോഴാണ് ശരിക്കും നമ്മൾ അമ്പലത്തിന്റെ മുകളിലെത്തിയത്. ഇനിയുണ്ട്, അയ്യോ എന്താ കല്ലോ കല്ലോണ്ട് കൊത്തി കരിങ്കല്ല് കൊത്തിയിട്ടുണ്ടാക്കിയിട്ടുള്ള പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു വലിയ പാത്രമാണ്.
നമ്മുടെ നാട്ടിലും പണ്ട് പശുക്കൾക്കൊക്കെ വെള്ളം കുടിക്കാനും അമ്പലങ്ങളുടെ മുറ്റത്തൊക്കെ ഉണ്ടായിരുന്നു. ശ്രാവണബെലഗോള ക്ഷേത്രത്തിലെ കൽത്തൂണുകളാണിത്. ക്ഷേത്രത്തിന്റെ ഉൾവശത്തെ തൂണുകളിൽ ജൈന വാസ്തുവിദ്യയുടെ ചാതുര്യം കാണാം. അതിമനോഹരമായ കൊത്തുപണികൾ. പാദങ്ങളിൽ നിന്നും ശരീരത്തിലേക്ക് പടർന്നു കയറുന്ന വള്ളികളോടെ നിൽക്കുന്ന ബാഹുബലിയുടെ ഈ മഹാശില്പം പൂർണ്ണ നഗ്നരൂപത്തിൽ ഉള്ളതാണ്. 57 അടി ഉയരത്തിലാണ് ഈ പ്രതിമ കൊത്തിയെടുത്തത്. ഫുള്ള് കരിങ്കല്ലാണ് മുഴുവനായിട്ട്. ഫുള്ള് തണുപ്പാണ്. ഇത്രയും മലന്റെ മുകളിലാണെങ്കിലും ഒരു ചൂടും ഈ അമ്പലത്തിനകത്തില്ല. മുഴുവനായിട്ട് തണുപ്പാണ്. കല്ലുകൾക്ക് തണുപ്പാണ്. ഈ അന്തരീക്ഷം മൊത്തം തണുപ്പാണ്. ക്ഷേത്ര പ്രതിഷ്ഠയുടെ തൊട്ട് മുൻവശത്താണ് പ്രസാദ വിതരണം നടത്തുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഞങ്ങൾ ശ്രദ്ധിച്ചത് തീർത്ഥം കൈക്കുമ്പിളിൽ കൊടുക്കാറില്ല. ക്ഷേത്രത്തിന്റെ വെളിയിൽ കൽമണ്ഡപങ്ങളും കരിങ്കൽ തൂണുകളും ശിലാലിഖിതങ്ങളും നിരവധി രാജഭരണങ്ങളുടെ തിരുശേഷിപ്പുകളായി അവശേഷിക്കുന്നു. വളരെ ശാന്തതയും സമാധാനവും നിറഞ്ഞ ഒരു പ്രത്യേക അന്തരീക്ഷം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ പ്രതിമയാണിത്. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ താങ്ങില്ലാതെ നിൽക്കുന്ന ഒറ്റക്കൽ പ്രതിമകളിൽ ഒന്നാണിത്. മൊത്തം 720 സ്റ്റെപ്സ് ആണുള്ളത്. ഇനി നമുക്ക് 720 സ്റ്റെപ്സ് താഴോട്ട് ഇറങ്ങണം. സ്പീഡാവല്ലേ, മെല്ലെ മെല്ലെ പോയാൽ മതി കേട്ടോ. പിടിച്ചു പോണേ. കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും ഇറങ്ങാൻ കേട്ടോ. ബാഹുബലിയുടെ പ്രതിമയ്ക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളുണ്ട്. ജൈനമതത്തിലെ തീർത്ഥങ്കന്മാരുടെ ക്ഷേത്രങ്ങളാണവ. ക്ഷേത്രത്തിന് താഴെയുള്ള മഠത്തിൽ 100-ലധികം പൂർണ്ണനഗ്നരായ ജൈന സന്യാസിമാർ താമസിക്കുന്നു എന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞറിഞ്ഞത്. മലമുകളിൽ നിന്നും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ മനോഹരമായ കാഴ്ചകൾ കാണാം. അതെ, ശ്രാവണബെലഗോള അതിശയ കാഴ്ചകളുടെ നഗരമാണ്. മനസ്സിൽ മായാതെ നിൽക്കുന്ന കാഴ്ചകൾ.